എന്താ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല കാട്ടിലെ ആപ്പിളല്ലേ, കടിച്ചു നോക്കട്ടെ ടേസ്റ്റ്. കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇതാ കുറേ ആളുണ്ട്. 1 2 3 4 5 6 7 8. നല്ല അടിപൊളി ഹെൽമെറ്റ് ആണ്. യുവർ ഹെൽമെറ്റ് ഈസ് വെരി നൈസ്. ദിസ് ടു ഓക്കെ. ആ No. Tu się zjeżdża na bok, są takie boksy wydzielone. Może tutaj zaraz ten pierwszy się rozbić, nie? ഓക്കെ. Zaprowadźcie. അല്ല, ഞാനിപ്പം ഒരു ഹൈവേയിലൂടെ ആണല്ലോ പോകുന്നത്. വഴിതെറ്റി ഹൈവേ കയറിയോ? പോലീസ് കണ്ടാൽ ചിലപ്പോൾ ഫൈൻ എഴുതി കഴി തരും. ഈ ലോറിയുടെ അട്രാക്ഷൻ എന്താ അറിയോ? ഇതിൻ്റെ അടിയിൽ കണ്ടോ? ഇത് റെയിൽവേ പാളത്തിലൂടെയും പോവും, റോഡുമ്മലൂടെയും പോവും. 2 in 1 ആണ് പരിപാടി. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലം ഇതാണ്, റോഡിൻ്റെ സൈഡിൽ. അടിപൊളിയായിരുന്നു. ഈ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. ഇന്നലെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്ത സമയത്ത് അവർ കോഫിയൊക്കെ കൊണ്ടു തന്നു. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. എനിക്ക് തണുത്തിട്ട് ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ജാക്കറ്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒന്നും ആവില്ല. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ റൈഡ് ചെയ്യലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം തണുപ്പത്ത് റൈഡ് ചെയ്യാൻ കഴിയില്ല. കുറച്ചും കൂടി ഒരു 7:30 8 o'clock ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, എന്നാലേ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വിസിബിലിറ്റിയും കുറവാണ്, വണ്ടിക്കാരൊന്നും കാണില്ല, കുറച്ച് ഡേഞ്ചറാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് വേണം സൈക്കിൾ ഓടിക്കാൻ, അപ്പുറത്തൂടെ ട്രക്ക് പോകും. അപ്പോൾ ഇതൊക്കെ അഴിച്ച് പാക്ക് ചെയ്യട്ടെ, പാക്ക് ചെയ്ത് ലോഡ് ചെയ്യട്ടെ, എന്നിട്ട് യാത്ര തുടങ്ങാം. നല്ല സ്റ്റേ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, സേഫായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് എപ്പോഴും ഒരു ഒച്ചയും വിളിയുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. തണുത്തിട്ടൊരു രക്ഷയില്ല, നല്ല തണുപ്പാ. സമയം രാവിലെ 7:15. ഞാൻ കയ്യറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതെവിടെ പോയി എന്നൊരു ഐഡിയ ഇല്ല. ഏതോ ബാഗിൻ്റെ ഉള്ളിലുണ്ട്. കൈ തണുക്കുന്നു, മരവിക്കുന്നു കൈ. ഇനി 180 കിലോമീറ്ററാണ് പൊസ്നാനിലേക്ക്, 180 കിലോമീറ്റർ. വിചാരിച്ചാൽ ഇന്നെത്തും, പക്ഷെ ഞാൻ ഇന്ന് എത്തണ്ട എന്നുള്ളതില്ല. റിലാക്സ് ചെയ്ത് പോവാം. തിരക്ക് പിടിച്ച് പോയിട്ട് എന്തിനാ? നാളെ ഒരു ഉച്ചയാകുമ്പോഴേക്ക് എത്താം. ഇന്ന് നല്ലൊരു സ്റ്റേ കിട്ടിയാൽ മതിയായിരുന്നു, ക്യാമ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. നല്ല അല്ല, ഞാനിപ്പം ഒരു ഹൈവേയിലൂടെ ആണല്ലോ പോകുന്നത്. വഴിതെറ്റി ഹൈവേ കയറിയോ? പോലീസ് കണ്ടാൽ ചിലപ്പോൾ ഫൈൻ എഴുതി കഴി തരും. ഇത് ഹൈവേ ആണ്, 91 92 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ സെപ്പറേഷന് നടുവിൽ ബാരിയർ, അപ്പുറത്തും ഇപ്പുറത്തും ഈ 2 റോഡൊക്കെ ഉള്ളത് ഹൈവേ ആണ്. ഹൈവേയിൽ സൈക്കിൾ ഓടിക്കാൻ പാടില്ല. പണി വാളിയോ? ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ കിലോമീറ്റർ പോകണം. ഈ റോഡിന് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ, അപ്പുറത്തെ റോഡിന് പോകണോ? എന്താ ചെയ്യാ? ഇത് ഹൈവേ ആണ്. ഇത് സൗദി റോഡൊക്കെ ഓർമ്മ വരുന്നത്. വലിയ വലിയ ട്രക്കൊക്കെ അതാ പോകുന്ന. നമുക്ക് ഈ പഴയ ചെറിയ റോഡേ പറ്റുള്ളൂ. നോക്കാം, അവിടെ ഒരു എക്സിറ്റ് കാണുന്നുണ്ട്. അതാ, ഓക്കെ.
എനിക്ക് തോന്നുന്നു എനിക്ക് ആ എക്സിറ്റ് ആണെന്ന് തോന്നുന്നു എടുക്കണ്ടേ. യെസ്. ഓ കഴിച്ചല്ലേ, എങ്ങനെ ഇതിൽ നിന്ന് ഇറങ്ങുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. യെസ്, എനിക്ക് വേണ്ടത് അങ്ങടാ. വാവ്, കുറേ കാറ്റാടി. കാറ്റാടി മീൻസ് വിൻമിൽ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, കാറ്റാടി മരങ്ങളല്ല. യെസ്, എനിക്ക് പോകേണ്ടത് 92 കൊനിൻ. എനിക്ക് കൊനിനിലേക്കാണ് പോകേണ്ടത്. 91 ആണ് മെയിൻ ഹൈവേ. കൊനിൻ ഇപ്പോൾ കുഴപ്പമില്ല, കഴിച്ചല്ലേ. വാഹനങ്ങൾ പാർക്ക് ചെയ്ത് റെസ്റ്റ് എടുക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളൊരു സ്പേസാണ് കേട്ടോ. ഒരു കാടിൻ്റെ തൊട്ടടുത്ത്, കാടാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് കാട് പോലെ ഉണ്ട്. ഇവിടെ ഇതാ ഒരു ആപ്പിൾ മരം. ഞാൻ കഴിഞ്ഞ ദിവസം കൃഷി ചെയ്യുന്ന ആപ്പിൾ കണ്ടിരുന്നു. ആ മരവും ഇതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു ഉറപ്പുണ്ടാവില്ല. അതൊരു പൈപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിൻ്റെ മുകളിൽ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് ആ ആപ്പിൾ മരം ഞാൻ കണ്ടത്. പക്ഷേ ഇതൊരു മരം തന്നെ, അതൊരു ചെടി പോലെ. അതുമ്മേൽ ഒരുപാട് ആപ്പിൾ ഉണ്ടാവും. പക്ഷേ ഇതൊരു മരം, മരത്തിൻ്റെ മുകളിൽ ആപ്പിൾ ഉണ്ട്. ഇതാ അതൊക്കെ പഴുത്ത ആപ്പിളുകളാണ്. പറിക്കണോ വേണ്ടയോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പറിക്കണോ? പോയോക്കല്ലേ. ഓ, ഇപ്പം തന്നെ വീണേനെ. എന്താ, ഇതും ആപ്പിളാണ്, അതും ആപ്പിളാണ്. എന്താ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല കാട്ടിലെ ആപ്പിളല്ലേ, ഒന്ന് കടിച്ചു നോക്കട്ടെ ടേസ്റ്റ്. ഇതൊരു ഗ്രീൻ ആപ്പിളിൻ്റെ ടേസ്റ്റ് കേട്ടോ. നൈസ്. കൊള്ളാം, അടിപൊളി. എനിക്കിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി മുമ്പോട്ടേക്ക് ഒന്നുമില്ല എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അപ്പം ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കയ്യിൽ വെക്കട്ടെ. എന്താണ് വായിക്കുക? ലെവിയറ്റാൻ എന്തെന്നാണോ വായിക്കുക അറിയില്ല. യെസ്, ഞാൻ ഇത് രണ്ടുമാണ് വാങ്ങിച്ചത്. 7 days പിന്നൊരു ചുമ ഒരു നേരം പോക്കിന്. ഇതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്, എന്താ ഇപ്പോൾ ചെയ്യുക. പിന്നെ 7 days. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഒരു ലോറി കണ്ട്. ഇതെന്തിൻ്റെ ലോറിയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തോ ഭയങ്കര സെറ്റപ്പുള്ള ലോറിയാണ്. ഇതെന്തോ ട്രെയിനിൻ്റെ എന്തോ ഒരു പരിപാടിയുടെ ലോറിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മെഷീനറീസ് ഉണ്ട്. ഈ ലോറിയുടെ അട്രാക്ഷൻ എന്താ പറയുക, ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇത് റെയിൽവേ പാളത്തിലൂടെയും പോവും റോഡുമ്മലൂടെയും പോവും. 2 in 1 ആണ് പരിപാടി. റെയിൽവേ ട്രാക്കിലൂടെയും പോവും സാധനം, കണ്ടോ. അതങ്ങോട്ട് ഹൈഡ്രോളിക് ഇത് ഉപയോഗിച്ചിട്ട് താഴ്ത്തി കഴിഞ്ഞാൽ അത് റെയിൽവേ ട്രാക്കിലൂടെയും കൂളായിട്ട് സംഭവം പൊളിയല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. ലോറി ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്. പക്ഷേ എന്താ പറയുക, റോഡിലൂടെയും ട്രാക്കിലൂടെയും പോകുന്ന സംഭവം ആദ്യമായിട്ടാണ്. എന്തായാലും കൊള്ളാം ടെക്നോളജികളെ. പൊസ്നാൻ
അതിൻ്റെ ഡ്രൈവർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ആരുമില്ല, ഇത് പൂട്ടിയിട്ട് പോയതാ. നല്ല കൊടും കാടാണ് രണ്ട് ഭാഗത്തും. പിന്നെ ആകെയുള്ളൊരു സമാധാനം ഡേഞ്ചറായിട്ടുള്ള മൃഗങ്ങളൊന്നും കാട്ടിലില്ല എന്നുള്ളതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ 2-3 പാമ്പുകളെ കണ്ടു കേട്ടോ. റോഡ് സൈഡിൽ പാമ്പുകളുണ്ട്. രാത്രി ടെൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ടെൻ്റ് ഫുൾ കവർ ചെയ്തിട്ടാണ്, എന്നാലും ശ്രദ്ധിക്കണം. ടെൻ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ പാമ്പ് നല്ലോണം ഉള്ള ഏരിയ. നല്ല കൊടും കാടാ, തിക്ക് ഫോറസ്റ്റാണ്. ചെറിയൊരു വില്ലേജ്. ഇത് കണ്ടോ, പോളണ്ടിലെ ബസ് സ്റ്റോപ്പാണ്. ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച ബസ് സ്റ്റോപ്പ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതിനി ബോർഡറിലേക്ക് എത്താനാവുമ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് സിമോ എന്താ വായിക്കുക, അത് എത്രേ ഉള്ളൂ വില്ലേജ്. ഉള്ളിലേക്കുണ്ട് തോന്നുന്നു. ഇത് കൊനിൻ എന്ന് പറയുന്ന ചെറിയൊരു ടൗണാണ് കൊനിൻ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജ്. ഈ ഒരു ഷേപ്പിലുള്ള ബ്രിഡ്ജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ. നല്ല കാട് പിടിച്ചിറങ്ങുന്ന സ്ഥലം. താറാവാണത്. ഇനി പൊസ്നാനിലേക്ക് 78-80 കിലോമീറ്റർ, 2 കിലോമീറ്റർ എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ 80 കിലോമീറ്റർ പൊസ്നാനിലേക്ക്. ഇന്നൊരു 20 കിലോമീറ്റർ കൂടി ഓടാം. റോഡ് വളരെ ഡേഞ്ചറാണ്. സൈക്കിളിന് ട്രാക്കില്ല. വേഗം ഈ റോഡൊന്ന് ഫിനിഷ് ചെയ്യണം. ഇന്ന് തന്നെ ഫിനിഷ് ചെയ്താളാ, എന്നിട്ട് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാം. നല്ല അടിപൊളി കാട്, 1.5 കാടാണ്. നല്ല ജാമ്പവാൻ്റെ കാലത്ത് പഴയ കാറതാ. സമയം 6 മണിയാവാറായി. ഇനി മെല്ലെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി നോക്കുന്നത്, കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് സംഭവം. സൈഡിൽ മൊത്തം പാടമാണ്. ഇവിടെ എവിടെയും ടെൻ്റ് അടിക്കാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെയാണ് കുറേ കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ തന്നെ. കുറച്ചും കൂടി മുമ്പോട്ട് പോയി നോക്കാം. കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ചെറിയൊരു ടൗൺ എത്തും. ഇനിയിപ്പോൾ ഏതായാലും ആ ടൗണ് കഴിഞ്ഞിട്ട് ടെൻ്റ് അടിക്കാം. ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോക്കിയാണ്. ക്യാമ്പ് ചെയ്ത് ആരും കാണരുത്, അങ്ങനത്തെ സ്ഥലമാണ് ഞാൻ നോക്കുന്നത്. ഒരു കവറിങ് വേണം. ഇങ്ങനത്തെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാം. ഒരു കവേർഡ് ആയിട്ടുള്ളൊരു ഏരിയ വേണം. അതാണ് നോക്കുന്നത്. പോയി നോക്കാം. ഹായ്. ഇവിടെ ക്യാമ്പ് ചെയ്താലോ? ദിസ് പ്ലേസ് എങ്കിലും അങ്ങോട്ട് ക്യാമ്പ് ചെയ്താലോ? എൻ്റെ ഒരു വീടിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഹായ്.
How are you? Good. Your name? Bartos. Marcos. YouTube Faiz. channel. Yeah. I'm coming from India. From India. Yeah. In the bike. Your name? Nice. Your name? Timek. Yeah. Nice. Czekaj, bo musimy na YouTube'a. ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഇതാ കുറേ ആളുണ്ട് 1 2 3 4 5 6 7 8 നല്ല അടിപൊളി ഹെൽമെറ്റ് ആണ് യുവർ ഹെൽമെറ്റ് ഈസ് വെരി നൈസ് ദിസ് ടു യുവർ നെയിം ആൽബർട്ട് Kasper. Filip. Philip. Philip. Okay, I'll go inside and check. Is there any other place or this place for camping? Camping. Chcemy pokazać sobie? No możemy. Są jeszcze jakieś miejsca, nie? Ale najbliżej jest tylko tam, nie? You can show you. Okay, okay. I'll follow you. ഇവിടെ എല്ലാവരും സൈക്ലിങ്ങിൻ്റെ ആൾക്കാരാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാവരും സൈക്കിൾ എടുത്ത് ഇറങ്ങും. നമ്മുടെ നാട്ടിലാണ് ഈ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ. ഇവിടെ സ്കൂട്ടിയൊന്നുമില്ല, സൈക്കിളാണ്. യു ഡു. ബൈ ബൈ. ചെക്കന്മാർ സ്റ്റണ്ടിൻ്റെ ആശാന്മാരാണ്. ഇവരെന്നെയും കൂട്ടി ഇതങ്ങോട്ടാ പോകുന്നത്. കുട്ടികൾ അകത്ത് പോയിട്ട് എന്തൊക്കെയോ ചോദിച്ച് പെർമിഷനൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ക്യാമ്പിംഗ് സൈറ്റാണോ അറിയില്ല. ഞാൻ എവിടെയും പാർക്കിൽ ക്യാമ്പ് ചെയ്യുന്നു. ഇവർ സമ്മതിക്കുന്നില്ല. ഇവിടെ 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 ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാ. എന്താണ് അകത്തുനിന്ന് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ്. ഇവിടെ ക്യാമ്പ് ചെയ്യണമെങ്കിൽ 20 സ്ലോട്ടി വേണം. സാറില്ല, നല്ല സേഫായിട്ട് നിൽക്കാമല്ലോ. 20 പക്ഷെ ഇവിടെ ഈസ് ദർ എനി വാട്ടർ ഫെസിലിറ്റി ഓർ സംതിങ്? നോ വാട്ടർ, നോ ഇലക്ട്രിസിറ്റി, നത്തിങ്? ബില്ലതാ. ഓക്കെ, താങ്ക് യു. YouTube. Okay, got it. Toilet? Dusz. Okay. Toilet. Ja? No. Tu się zjeżdża na bok. Są takie boksy wydzielone. Może tutaj zaraz ten pierwszy się rozbić, Dobra. nie? Okay. Okej. Zaprowadźcie tam. Dobra, okej. Camping? Rozłoży, camping. And Okay, thank you. no problem. Bye. Good afternoon. Bye. Hello. Okay, bye bye. Goodbye.
ബൈ. എനിക്കിത് തുർക്കിയാണ് ഓർമ്മ വരുന്നത്. തുർക്കിയിലൊരു 3 എണ്ണം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ എനിക്കിവിടെ ഫീൽ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇവിടെ നല്ല ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ടോയ്ലറ്റ്, ഇത് ടോയ്ലറ്റാണ്. ഇത് കുളിക്കുന്ന ഏരിയ ആണ്. കാണിച്ചു തരാം. നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയുണ്ട്. 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ. ഇന്നലെ ഫ്രഷ് ആവാൻ എനിക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ചാൻസ് കിട്ടിയ സ്ഥിതിക്ക് ഇന്നൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ഏകദേശം 19 കിലോ വരുന്ന സൈക്കിള് ഏകദേശം 140-130 കിലോമീറ്റർ, ഇന്ന് 135 കിലോമീറ്റർ ഓടിച്ചത്. അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിചാരിച്ച പോലെ ചിലപ്പോൾ കണ്ടൻറ്റ് കിട്ടിയില്ല എന്ന് വരും. പിന്നെ വരുന്ന വഴി അപ്പുറം ഇപ്പുറം മൊത്തം പാടങ്ങളാണ്. ഒരു മനുഷ്യനില്ല. ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒക്കെ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഈ ഒരു യാത്രയുടെ ഹാർഡ് വർക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.